ഇവിടെ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. ഇത് കാശ്മീരിലുള്ള ലാൽബാഗ് എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനാണ് മുഗളന്മാരുണ്ടാക്കിയത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. പല തട്ടുകളായിട്ടാണ് ഇത് ഈ ഗാർഡൻ ഉള്ളത്. ഏറ്റവും ടോപ്പ് തട്ടിലായിട്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ റാണി പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാലോ എന്നുള്ളതിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ചെന്നു. പട്ടാളക്കാരൻ വന്നു. ഭയന്ന് പേടിച്ചെങ്കിലും ആൾ തമിഴിൽ പറഞ്ഞു നിങ്ങൾ എവിടെയാണ്, കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ എല്ലാ ഗാർഡനിലും അവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ആ തട്ടിൽ നിന്ന് തൊട്ട് താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ തട്ടിൽ ആരുമില്ല. പെട്ടെന്ന് ഒരു 2 പേര് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു 10-30 മീറ്റർ അകലെന്ന് നടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരേക്കാണ് അവർ വരുന്നത്. അതിൽ 10 മീറ്റർ അടുത്തെത്തിയപ്പോൾ അതിൽ ഒരാളങ്ങോട്ട് മാറിയിരുന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 അടി 7 അടി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ആളുടെ കയ്യിലൊരു മഞ്ഞ പൂ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ പഹൽഗാമിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇനി പൂ തന്നിട്ട് ഇനി വെടിവെച്ച് കൊല്ലാനായിരിക്കും ഞാൻ വിചാരിച്ചു. റാണീനെ ആ നേരത്തൊന്ന് വെറുതെ തൊട്ടാൽ അപ്പം തന്നെ ഇങ്ങനെ വീഴും. ആ ലെവലിലായി അവൾ. ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും തിരിഞ്ഞ് പട്ടാളക്കാരെ വിളിക്കാൻ നോക്കിയപ്പോൾ അവർ ഇത്തിരി അകലെയാണ്. ഇത് വിളിച്ച ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്താലോ. ഞാൻ വിചാരിച്ചു എന്തായാലും പൂ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ പൂ വാങ്ങി അപ്പം തന്നെ ഒരാൾ പൂ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമല്ലോ. വാങ്ങി കൊല്ലുന്നതിനൊക്കെ മുന്നേ നമുക്ക് പൂ തന്നിട്ട് അടുത്ത് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അനക്കിലേക്ക് കുത്ത് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ആ തരിപ്പ് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന്, കാരണം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു യാചകൻ്റെ ലുക്കോ അങ്ങനെയൊന്നുമില്ല. കോട്ടുണ്ട്, ഷൂ ഉണ്ട്, എല്ലാം വെൽ ഡ്രസ്ഡ്, ഒരു ടൂറിസ്റ്റ് പോലെ തോന്നുള്ളൂ. പേഴ്സ് നോക്കിയപ്പോൾ 50 രൂപ ഉണ്ട്. 50 രൂപ ഞാൻ കൊടുക്കുന്നേക്കാൾ മുന്നേ ഞാൻ ചോദിച്ചു, ഉള്ളിൽ ഇത്തിരി ഭയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് നിങ്ങൾ പൈസ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളിവിടെ വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. സംസാരിച്ച് ആൾ പൈസ വാങ്ങി പോയി. പോയപ്പോഴാണ് ഞങ്ങൾ ശ്വാസം നേരം വീണത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കൂലി അവർക്ക് കിട്ടണുള്ളൂ അത്രേ. അങ്ങനെ 2-3 പേര് ഞങ്ങളുടെ അടുത്ത് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ ഒന്ന് മരവിച്ച് പോകുന്ന ഒരവസ്ഥയിലേ. കാരണം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുപോലെ പട്ടാളക്കാരും ഇവരൊക്കെ ആ ഒരു അന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാരണമായിരിക്കാം. പക്ഷേ ഒരു കുറച്ച് നിമിഷത്തേക്ക് നമ്മൾ തെരിച്ചു പോകാമെന്നറിയില്ലേ, അതുപോലെ ആയിപ്പോയി.